தாண்டி செல்ல கொஞ்ச காலம் கொஞ்ச தூரம் கொஞ்ச நேரம் கூட என்னாலாகுமோ உன்னை உன்னை தேடித்தானே இந்த ஏக்கம் இந்த பாதை இந்த பயணம் இந்த வாழ்க்கை ஆனதோ. ബുക്കൊക്കെ എല്ലാം ഉണ്ടോ എന്തോ ഉണ്ടാവും. ഇനിയിപ്പോ നോക്കാനൊന്നും ടൈമില്ല, വേഗം പോവാം. സോളു വെയിറ്റ്, ഞാനും കൂടെ. നീയോ? നീ ഇത്ര നേരിട്ടും ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? ഇല്ല, ഞാൻ നിന്നെ നോക്കി നിൽക്കുമായിരുന്നു. ഒന്നിച്ചു പോവാന്ന് വിചാരിച്ചു. ഓ, ഇതിനോടൊന്നും പറയാതിരിക്കുന്ന നല്ലത്. എന്നാ വാ പോവാ, നമുക്ക് ഇപ്പൊ തന്നെ ടൈം പോയി. ഇതെന്തു പറ്റി ക്ലാസ്സിൽ പോകണ്ട് ഇവിടെ നിൽക്കുന്നേ? ക്ലാസ് തുടങ്ങിയില്ലേ? ക്ലാസ് ഒക്കെ ഇപ്പൊ തുടങ്ങി കാണും ചേട്ടാ. ആരും വന്നിട്ടില്ല, ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് ആന്നാ പറയുന്നത്. ഇനിയിപ്പോ എണീറ്റിട്ടില്ലേന്ന് ആർക്കറിയാം. അവൻ വന്നോളും ദിയാ, നീ ഇന്ന് ക്ലാസ്സിലേക്ക് ചെല്ല്. ചുമ്മാ ക്ലാസ് കളയണ്ട. അതല്ല കാർത്തികേട്ടാ, അവനില്ലാണ്ട് ക്ലാസ്സിലിരുന്ന് എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അവൻ വരും, എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും വരും. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സിലാണെങ്കിലും കയറാൻ പറ്റും. നിങ്ങളുടെ ഒരു കാര്യം. എന്നാ പിന്നെ അവനും കൂടെ വന്നിട്ട് കയറി. ഞാൻ പോട്ടെ. ആ പിന്നെ കാർത്തികേട്ടാ, ഇന്നലെ അവര് ഇനി വേറെ പ്രശ്നത്തിനൊന്നും നമ്മളടുത്ത് വരില്ലായിരിക്കും അല്ലേ? ഇല്ലടോ, അവരല്ലേലും ഇനി നിങ്ങളോട് എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ഒന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും പറഞ്ഞാ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ആഹാ, വന്നോ? ഇതെവിടെയായിരുന്നു? എവിടെയായിരുന്നോ? അവിടെ. എന്താ, നീ കണ്ടില്ലേ? കണ്ടത് കൊണ്ടാണല്ലോ ചോദിച്ചത്. എന്താണ് മോന്റെ ഉദ്ദേശം? അവിടെ കുറച്ച് സോഫ്റ്റ് കോർണർ കൂടുതലാണല്ലോ മോനെ. എന്തോ സോഫ്റ്റ് കോർണർ? ഒന്ന് പോടാ, അപവാദം പറയാതെ. ആ കുട്ടി പാവം. അവൾ അവിടെ അവളുടെ ഫ്രണ്ടിനെ നോക്കി നിക്ക. അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് ചോദിച്ചു. അതിന് എന്താ എത്ര വലിയ തെറ്റ്? ഏയ്, എന്ത് തെറ്റ്? ശരികള് മാത്രമേ ഉള്ളടാ. അല്ല, അവളുടെ ഏത് ഫ്രണ്ട്? അവളുടെ ഏതൊക്കെ ഫ്രണ്ടിനെ നിനക്കറിയാം? എടാ, അവൻ തന്നെ. അവൻ ഇത്ര നേരമായിട്ടും എത്തിയിട്ടില്ല. എവിടാണോ എന്തോ. അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആ പോലും. സ്വിച്ച് ഓഫോ? ചിലപ്പോ ചാർജ് ചെയ്ത് കാണില്ലടാ. ആ, എന്തായാലും ചെറുക്കം വന്നിട്ടില്ല. അങ്ങോട്ടൊന്ന് നോക്കിക്കേ. വന്നു. എടീ, സോ സോറി, കുറച്ചധികം ലേറ്റ് ആയി പോയല്ലേ? ഇല്ലടാ, നീ ഇത് പതിവില് നേരത്തെയാ. എടാ, ആരും നിനക്ക് ടൈമെങ്കിലും നോക്കിയിട്ടൊന്ന് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിക്കൂടെ? ഞാൻ ഇത്ര നേരം ഇന്നലെ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഉറപ്പായിരുന്നു ഫസ്റ്റ് വരില്ല നമ്മൾ എന്തായാലും കയറാൻ പോകുന്നില്ലെന്ന്. ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞിട്ട് കയറാം അല്ലേ? എടി, ഇന്നലെ നോട്ട്സ് ഒക്കെ കൂടെ എഴുതി കിടന്നപ്പോഴത്തേനും ഒരുപാട് ടൈമായി. അതുകൊണ്ട് അലാറം വെക്കാനും മറന്നുപോയി, രാവിലെ എണീക്കാനും പറ്റില്ല. എടാ, അങ്ങനെയാണെങ്കിൽ നീ വിളിച്ചാ ഫോൺ എടുക്കണം. ഫോൺ എന്തിനാ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നേ? ഓ, അത് ഓഫാണോ? എടി, ഞാൻ അറിഞ്ഞോണ്ടാക്കി വെച്ചതല്ല, ആയി പോയതാണ്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്തിനാ? ആ, ഇതാര്? ജസ്റ്റിനോ? ഇപ്പഴാ ശ്രദ്ധിക്കുന്നത്. ഇവനെവിടെ നിന്ന് കിട്ടിയടാ നിനക്ക്? ഹോസ്റ്റലിന്. ഇവൻ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഒന്നിച്ചു വന്നു. എന്നാ പിന്നെ നിങ്ങക്ക് ഒന്നിച്ചു വരാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റിന് അവന്റെ റൂമിൽ കയറി ഇവനെ എണീപ്പിച്ചാ പോരായിരുന്നോ? ഞങ്ങൾക്ക് പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ദിയ. എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ വിചാരിച്ചു ഇന്ന് സോളുവിന്റെ കൂടെ പോവാന്ന്. അതുകൊണ്ട് ഞാൻ കുറെ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ ഇവനങ്ങോട്ട് ഇറങ്ങി വരണ്ടേ. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാ വരുന്നത്. അപ്പത്തേനും ടൈം കുറെ പോയി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് ഒന്നിച്ചു വന്നു. ചോദിക്കാൻ വിട്ടുപോയി. എടി, ഇന്നലെ നിങ്ങൾ രണ്ടുപേരും കൂടെ സീനിയേഴ്സിന്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയാ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, ഇത് നിനക്ക് സീനിയേഴ്സ് ആയിട്ട് തന്ന പണിയാ. അപ്പൊ നീ ഒന്നും കേട്ടില്ലേ? ഞാനെന്തിനാ എല്ലാവരും പറയുന്ന കേൾക്കാൻ പോന്നെ? പുള്ളി നിനക്ക് വേണ്ടി സംസാരിച്ചേ. അതപ്പോ പിന്നെ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ ആരും. ഓ, അപ്പൊ ഞാൻ നിന്റെ ആരും അല്ലെന്ന്? അയ്യോ, അങ്ങനെയല്ല. എടാ, നീ ഇതൊക്കെ സീരിയസ് ആക്കി എടുക്കലേടാ. നീ എന്റെ മുത്തല്ലേ? ഈ കുരിപ്പിനെ കൊണ്ട് ഇതൊക്കെ അവസാനം വരെ കണ്ടാ മതി കേട്ടാ. കാണുവിടാ, കാണും. ഈ ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം കാണും. സോളു, ഐ എം കമ്മിങ്. എന്റെ പൊന്നോ. എടി, നിനക്ക് പറ്റുകയാണെങ്കിൽ നീ ഇവന്റെ അടുത്തും തന്നെ ഒന്ന് രക്ഷിക്കേ. എന്തൊരു ശല്യമാണിത്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോനെ, ഇത് നിനക്ക് സീനിയേഴ്സ് ആയിട്ട് തന്ന പണിയാ. ദിയ, സോളു എവിടെ? അവൻ വാഷ്റൂമിൽ പോയി. ഓക്കെ. അയ്യോ, ഇനിയിപ്പോ ആര് വാഷ്റൂമിൽ തന്നെ ഉണ്ടെങ്കിലോ? അവനിനി എന്നാലും അവിടെ പോയിട്ട് അവനെ കണ്ടുപിടിക്കോ? എന്തൊരു കഷ്ടമായത്. അവരെ പിടിച്ച് ഒളിച്ചിരിക്കേണ്ട അവസ്ഥയാ. ഈ ജസ്റ്റിന് എന്താ ഇവിടെ വേറെ ആരും കിട്ടത്തില്ലേ? ഇവിടെ എന്താ പരിപാടി? ഒളിച്ചുകളി വല്ലതാണോ?
ഒളിച്ചുകളിയൊന്നുമല്ല, ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നേ. ആരാ? മറ്റേ ആ ആളാണോ തന്നെ ഒന്ന് ഓടിച്ചേ? ആ, അത് തന്നെ. അവൻ എന്തിന്റെ കേടാണോ എന്തോ. അതിനെവിടെ വന്ന് ഒളിച്ചിരുന്നിട്ട് എന്താ കാര്യം? ബാ, നമുക്ക് ക്യാൻറ്റീനിൽ പോവാം. അല്ല, താനിപ്പോ ഫ്രീ അല്ലേ? ഞാനിപ്പോ ഫ്രീ ആണ്. ബട്ട് ചേട്ടാ, എനി പ്രോബ്ലം? ഏയ് നത്തിങ്, ഞാൻ വരാം. ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായി. നീ നോട്ട് പോലും വാങ്ങിച്ചിട്ടില്ലല്ലോടാ. വാങ്ങണ്ടേ? അല്ലേല് ഇന്ന് പോകുന്ന വഴിക്ക് ഒരു 5-6 നോട്ട് വാങ്ങിക്കോ. എന്തിനാടാ 5 ബുക്കൊക്കെ? ഞാൻ ഏതിലും ഒരു ബുക്ക് വാങ്ങാം, എന്നിട്ട് എല്ലാം കൂടെ അതിലെഴുതാം. പിന്നെ സാവധാനം നമ്മുടെ ടൈം മൂലം മാറ്റി എഴുതാം. ഓ, നീ ഇവന്റെ മറ്റൊരു പതിപ്പാണല്ലേ? അവൻ മാത്രമല്ല, എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നീ പിന്നെ പഠിക്കാൻ വേണ്ടി മാത്രമാണല്ലോ ജീവിക്കുന്നത്. എന്തുവാണ് ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യമുണ്ടെന്ന് നീ പറയുന്നത്? കുറച്ചൊക്കെ എൻജോയ്മെന്റ് വേണ്ട ലൈഫില്, അല്ലാണ്ട് ഫുൾ ടൈം പുസ്തകത്തിന്റെ ഉള്ളിൽ കയറിന്നിട്ട് എന്ത് കാര്യം? ഞാൻ ഇങ്ങനെയാണ്. ഇഷ്ടപ്പെടുന്നവരെന്നെ ഇഷ്ടപ്പെട്ടാ മതി. ആ, ഇഷ്ടപ്പെടുന്നില്ല? നീയേ ആ ബുക്കിന്റെ ഉള്ളിൽ കയറിയിരിക്കെ, കുറച്ചുകൂടെ വ്യക്തമായി കാണട്ടെ. ഹേ എടാ യാദവേ, നീ ഇതെങ്ങോട്ടാ? ജിയാൻ, അവനെ വിളിക്കണ്ട. അവൻ എവിടാന്ന് വെച്ചാ പോട്ടെ. എടാ, അവൻ ഇതെങ്ങോട്ടാ പോയെ? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ലടാ, അത് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാ, വഴക്കിട്ടോണ്ടിരിക്കും. ആരാ? തനിക്ക് ഡൗട്ട്സ് ഒന്നുമില്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലേനോ? ഒരു ലോഡ് ഉണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ആരോടും ചോദിക്കാറില്ലെന്നേ ഉള്ളൂ. എന്നാ എന്തൊക്കെയാ തന്റെ ഡൗട്ട്സ്? ചോദിച്ചേ, കേക്കട്ടെ. അതൊക്കെ ഞാൻ മറന്നുപോയി. ഇനി എനിക്ക് ഡൗട്ട്സ് വരുമ്പോ ഞാൻ ചോദിക്കാം. ഓക്കേ. ഡാ ആരു, ഞാൻ നിന്നെ എത്ര നോക്കിയെന്നറിയോ? ഇപ്പഴാ എന്നിട്ട് കണ്ടത്. ആണോ? നീ വാ, ഇരിക്ക്. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ എന്ത്? ആ എടാ, ഇത് നമ്മുടെ സീനിയർ ദർശൻ ചേട്ടൻ. ചേട്ടാ, ഇതെന്റെ ഫ്രണ്ടാ യാദവ്. ആഹാ, ചേട്ടനായിരുന്നോ ഈ ദർശൻ? ഞാൻ കുറെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാ കാണുന്നേ. കോളേജിൽ എല്ലാവരുടെയും ഹീറോ അല്ലേ? ഈ ചേട്ടനാണ് ഇന്നലെ ഇവിടെ ഡാൻസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ നീ വന്നപ്പോ. ഓ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. എനിക്ക് ഇപ്പോഴാണ് അങ്ങോട്ട് കത്തിയത്. മോനെ യാദവേ, ഞാനൊന്നും പറയുന്നില്ലേ. അപ്പൊ ശരി ചേട്ടാ, നമുക്ക് പിന്നെ എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. ബൈ. അവൻ പറഞ്ഞൊന്നും ചേട്ടൻ കാര്യമൊക്കെ കേട്ടോ, അവൻ ചുമ്മാ പറഞ്ഞതാ. ഓ, അപ്പോ ശരിക്കും അവൻ എന്താ പറഞ്ഞേ? ആ, അതൊന്നും ഇല്ലെന്നേ. ചേട്ടൻ അതൊക്കെ വിട്, നമുക്ക് സംസാരിക്കാൻ വരാൻ എന്തൊക്കെ കാര്യമുണ്ട്. ആരു, അവൻ നിന്നെ കണ്ടോ? ജസ്റ്റ് നിന്നെ തപ്പി നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ക്യാൻറ്റീനിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഓർത്തു അവൻ എന്താ അങ്ങോട്ട് വരാത്തേന്ന്. അവൻ വന്നില്ലടി. ഹാവു, ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. ഞാൻ അവന്റെ അടുത്ത് നീ വാഷ്റൂമിലാന്ന് പറഞ്ഞേ. അവൻ അങ്ങോട്ടാ പോയെ. ഇനിയിപ്പോ നീ എങ്ങാനും ശരിക്കും വാഷ്റൂമിലാണെന്നോർത്ത് ഞാനൊന്ന് പേടിച്ചു. ഞാനാണെങ്കിൽ അവനെ പേടിച്ചിട്ട് ആ വാഷ്റൂമിന്റെ താഴെയുള്ള സ്റ്റെയർ കേസിലെ അവിടെ ഒളിച്ചിരിക്കുമായിരുന്നു. അപ്പത്തേനും ആ ദർശൻ ചേട്ടൻ വന്നു. എന്നിട്ട് ഞങ്ങള് ക്യാൻറ്റീനിൽ പോയി. ദർശൻ ചേട്ടനാ? നീ ആ ചേട്ടന്റെ കൂടെ ആയിരുന്നോ? ആ, എന്താ? ഒന്നുമില്ല. പുള്ളി അങ്ങനെ ആരോട് സംസാരിക്കുകയും കമ്പനി അടിക്കുകയും ഒന്നും ചെയ്യില്ല. നമ്മുടെ കാർത്തികേട്ടനില്ലേ, കാർത്തികേട്ടനാണ് പുള്ളിക്ക് ആകെപ്പാടുള്ളൊരു ഫ്രണ്ട്. ഈ കോളേജിൽ എല്ലാരും വായി നോക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ ദർശൻ ചേട്ടൻ. ലൈക്ക് ഈ കോളേജ് ഹീറോയിനൊക്കെ പോലെ. പിന്നെ ഭയങ്കര പഠിപ്പിസ്റ്റാണ്, ഒടുക്കത്തെ തലയാ പോലും. എന്തുണ്ടെങ്കിലും പുള്ളി അവിടെ ഫ്രണ്ടിൽ കാണുന്നാ പറയുന്നത്. അങ്ങനെ ആരോടും ഒരു കമ്പനിക്കും പോവാത്ത ആള് നിന്റെ കൂടെ ക്യാൻറ്റീനിൽ വന്നെന്ന് പറഞ്ഞപ്പോ അയ്യോ, അത്ഭുതം തന്നെ. ദർശൻ ചേട്ടൻ ആരോട് സംസാരിക്കില്ലേ? ഫ്രണ്ട്സ് ഒന്നുമില്ല? എന്റെ അമ്മ കണ്ട അങ്ങനെ പറയില്ലാട്ടോ. എന്നോട് നല്ല സോഫ്റ്റ് ആടി. നിന്നോട് സംസാരിച്ചിട്ടില്ലേ? നിനക്കറിയില്ലേ? ആ, അതല്ലേ പറഞ്ഞേ, നിന്നോട് സോഫ്റ്റ് ആണ്. എന്നോട് അങ്ങനെ ഓവർന്ന് സംസാരിച്ചിട്ടില്ല. എന്തൊക്കെയോ. എടി, പക്ഷേ ഹീ സച്ച് എ നൈസ് ഗായ്. അതിനാള് നൈസല്ലെന്ന് ഞാനും നിന്നോട് പറഞ്ഞില്ലല്ലോ ആരു. നൈസാണ്. ഇതെന്താടി ആ പറച്ചിലെന്നെ നാക്കി പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. നമ്മളൊന്നും പറഞ്ഞില്ലേ, അത് വിട്. നോക്ക്, ഇതാ ഞാൻ പറഞ്ഞാള്. ദർശൻ ചേട്ടന്റെ കൂടെ ക്യാൻറ്റീനിൽ കണ്ടേ. ഓ, ഇതാണോ? ഇത് ഫസ്റ്റ് ഇയർ അല്ലേ? ദിയ, ഇതെന്താ ഇവരൊക്കെ എന്നെ നോക്കിട്ട് പോകുന്നേ? എന്റെ മുഖത്ത് വല്ലതും ഉണ്ടോ? ഒന്ന് നോക്കിക്കേ. ഏയ്, നിന്റെ മുഖത്തൊന്നുമില്ലടാ. ചിലപ്പോഴേ നിന്റെ ലുക്ക് കണ്ട് നോക്കിയതായിരിക്കും. പിന്നെ അവർക്കൊന്നും അറിയില്ലല്ലോ സത്യം. ഡീ നീ ഓവർ അങ്ങ് ഉദ്ദേശിക്കല്ലേട്ടാ. ഒന്നും ഉദ്ദേശിച്ചില്ലടാ.
ഡാളിയ, എനിക്ക് വിശക്കുന്നു. ആഹാ, ഇതാര്? നീ പോയ പോലെ തന്നെ തിരിച്ചു വന്നാ? ശരി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേടാ, ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ഇവൻ പോയിട്ടുണ്ടെങ്കിൽ എവിടം വരെ പോവും? ഞാനേ അപ്പുറത്തെ ബ്ലോക്കിൽ പോയിട്ട് എന്റെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടിട്ട് കുറച്ചേരം സംസാരിച്ചിട്ട് വന്നു. എന്തേ, വരണ്ടായിരുന്നോ? അങ്ങനെ അങ്ങ് പോണായിരുന്നോ? അത് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. പിന്നെ നിനക്ക് ഇവിടെ ഇരുന്നിട്ടൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അവിടെ പോയാലൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ നീ എവിടെ ഇരുന്നാലും എന്താ? ഓ, എടാ നിർത്ത്. എന്തുവാ ഇത് രണ്ടെണ്ണം കൂടെ കോണാന്ന്? നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തീർക്ക്. ഫുൾ ടൈം ഇങ്ങനെ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാതെ. ഞാൻ നിങ്ങളുടെ രണ്ടെണ്ണത്തിന് ഇടയിൽ കിടന്നിട്ട് വന്ന് കയറിയപ്പോ തന്നെ കഷ്ടപ്പെടുവാ. ഇല്ലടിയ, ഒക്കെ കോംപ്രമൈസ് ആയി. എടാ പ്രവീണെ, ഇന്ന് നിന്റെ ക്യാഷിന് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നീ പഫ്സ് വാങ്ങിച്ചു തരണം. അതാണ് നീ ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ പറയടാ. ബാ, നമുക്കിനി ക്യാൻറ്റീനിൽ പോയി പപ്സ് തിന്നാം. ഓഹോ, അപ്പൊ ഒരാളെ മുടിപ്പിക്കുന്ന കാര്യത്തില് രണ്ടുപേരും ഒറ്റക്കെട്ടാലേ? കൊള്ളാടാ കൊള്ള. നീങ്ങ വന്നേ, ഓരോ ഡയലോഗ് കുറച്ച് സമയങ്ങളാണ്ട് മനുഷ്യന് വെച്ചെന്നിട്ട് വയ്യ. ദർശ, നീ കഴിഞ്ഞ ഒരു ക്ലാസ് കട്ട് ചെയ്തിട്ട് എവിടെയായിരുന്നു? ഞാൻ ക്യാൻറ്റീനിലുണ്ടായിരുന്നു. എന്തേ? ക്യാൻറ്റീനിലാ? എടാ, ഒറ്റയ്ക്ക് ക്യാൻറ്റീനിൽ പോയിരിക്കാൻ നിനക്ക് എന്ത് വട്ടാ? അതും ക്ലാസ് ടൈമിന് ക്ലാസ്സും കട്ട് ചെയ്തിട്ട്. അതിന് ഒറ്റയ്ക്കാന്നാരാ പറഞ്ഞേ? നിന്റെ ആരും ഉണ്ടായിരുന്നു? ആരോ? നിങ്ങൾ രണ്ടും കൂടെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ക്യാൻറ്റീനിൽ ഇരുന്നാ? എടാ എന്തുവാടെ, നീ ആ ചെറുക്കനെ വഴി തെറ്റിക്കോ? അല്ല, അവൻ നിന്നെ വഴി തെറ്റിക്കോ? നീ ഇത് ഫസ്റ്റ് ടൈം ആണോടെ ക്ലാസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്നേ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലടാ. ഈ ആരവിനെ ശല്യം ചെയ്യുന്ന ഒരുത്തനില്ലടാ, ഫസ്റ്റ് ഇയർ. അവനെ പേടിച്ചിട്ട് ഇവൻ ആ വാഷ്റൂമിന്റെ ഫ്രണ്ടില്, വാഷ്റൂമിന്റെ താഴെയുള്ള സൈഡിൽ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പൊ അവൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്താ നമുക്ക് ക്യാബിനിൽ പോയി ഇരിക്കാന്ന്. പിന്നെ അവൻ ആ വഴിക്ക് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഓഹോ, വേറെ ആരോടും നിനക്ക് ഇങ്ങനെ സംസാരിക്കാനും ക്യാൻറ്റീനിൽ പോയിരുന്ന ടൈം കളയാനും ക്ലാസ് കട്ട് ചെയ്യാൻ വരെ നീ വിളിച്ചാൽ വരത്തില്ലല്ലോടാ. ഇതെന്താ സംഭവം? അവനോട് എന്താ മോനെ നിനക്ക് ഇത്രയും സോഫ്റ്റ് കോണത്? നീ ആ ദിയാന്റെ കാര്യത്തിൽ എന്നെ എടുത്തിട്ട് കൊണ്ടല്ലോ. പറ, നീ ഇത് പറഞ്ഞിട്ട് പോയാ മതി. എടാ, അത് അങ്ങനെയൊന്നും അല്ല. ടൈം പോയത് ഞാൻ അറിഞ്ഞില്ല. അല്ലാണ്ട് അവന്റെ അടുത്ത് എനിക്ക് സോഫ്റ്റ് കോർണറും കോപ്പൊന്നും ഉണ്ടായിട്ടല്ല. ഇപ്പൊ ഞാനിത് വിശ്വസിക്കുന്നു. കുറച്ച് കഴിയുമ്പോ ഇത് മാറ്റി പറഞ്ഞേക്കല്ലേ കേട്ടോ മോനെ ദർശ. അയ്യോ, ഇനിയിപ്പോ ഇവൻ പറഞ്ഞതുപോലെ എനിക്കൊരു സോഫ്റ്റ് കോർണറൊക്കെ വന്ന് തുടങ്ങിയോ? ഇതിപ്പോ ലാസ്റ്റ് ഇയർ അല്ലേ കാർത്തി? ഇതൂടെ കഴിഞ്ഞ എന്ത് പല കമ്പനിയിലും ജോലിക്ക് കയറണം, എന്നിട്ട് ജോലി എടുത്ത് അങ്ങ് ജീവിക്കണം. ആഹാ, സുഖം. അത് ശരിയാ. ഞങ്ങൾക്ക് ഇനിയും ഉണ്ട് വർഷങ്ങള്. ഞങ്ങളും ഈ പറഞ്ഞ വർഷങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ട് തന്നെ ഇപ്പൊ ഇത്രയൊക്കെ ആയത്. അതിന്റെ അഹങ്കാരത്തിന്റെ മുഖത്ത് കാണാനുണ്ട്, കള്ളപ്പന്നി. പറയടാ, സീനിയർ ആടാ. ഇവിടെ ഇത്രയും ആൾക്കാർ എന്നെ ബഹുമാനിക്കുമ്പോ നീ ഒരാള് വന്നിട്ട് എന്നെ എടാ ഓടാ തെറിയൊക്കെ വിളിക്കുന്നു. പക്ഷെ എന്തൊരു കഷ്ടമാണിത്. പറയടി. ഇങ്ങോട്ടോ? ഓക്കേ, ശരി. എന്താടാ ആരോ നിന്റെ മുഖത്തൊരു ഞെട്ടല്? ആരാ വിളിച്ചേ? എടാ, ഒരു ജസ്റ്റിനില്ലേ എന്നെ ശല്യം ചെയ്യുന്നേ. ഇപ്പൊ വിളിച്ചത് ദിയ. അവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാ പറഞ്ഞേ. ഞാൻ പോവാ. നീയേ ഇങ്ങോട്ടോ വരികയാണെങ്കിൽ അവനെ വഴി തിരിച്ചു വിട്ടേക്ക്. അപ്പത്തേക്കും പോയോ? ഇത്രയും ചെറിയ കേസിന് ഇവൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അത് വിളിച്ചു പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാൻ അവളും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇതെന്നെ പറ്റിയളിയാ മുഖത്തൊരു മ്ലാനത? എന്ത് പറയാനാ യാദവേ, നമ്മള് സൈലന്റ് ആയിട്ടിരിക്കുമ്പോ എന്തൊരു ശോകാലേ. നമ്മൾ എപ്പോഴും കലവില സംസാരിച്ചോണ്ടിരുന്ന എന്റെ കൊറേ വിഷമങ്ങൾ ഞാൻ അറിയും. അതിനു മാത്രം നിനക്ക് ഞാനറിയാത്ത എന്ത് വിഷമാണല്ലേ? നീയെന്നല്ല, മറ്റാരും അറിയാത്ത ഒരു വിഷമം എനിക്കുണ്ട്. അതാ എനിപ്പോ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത്. വിടടാ, കാലം വായിക്കാത്ത മുറിവുകളുണ്ടോ? ഇല്ലെന്നാ ഞാൻ ഇത്രയും കാലം വിചാരിച്ചത്. പക്ഷേ ഉണ്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു സിറ്റുവേഷൻ അല്ല, ഒരാളാണെന്ന്. എടാ, നിനക്കുള്ളതാണെങ്കിൽ അതെന്തായാലും നീ അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിന്നെ തേടി വന്നോളും. അങ്ങനെ വിശ്വസിക്കടാ. അതെ, എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആയി കാണും. ലെറ്റ്സ് ചിൽ മാൻ. എന്റെ തമ്പുരാനെ, ഈ ജസ്റ്റിന്റെ പോക്ക് കണ്ടിട്ട് അടങ്ങത്തുള്ളൂ. എനിക്ക് വയ്യ ഇനി ഓടാൻ. സോളു, നീ ഇവിടെ വല്ലതും ഉണ്ടോ? കൊറേ ദിവസമായി നിന്റെ കണ്ണി പെടാണ്ട് മുങ്ങി നടക്കുന്നു. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്റെ ദൈവമേ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണല്ലേ. പോയെന്ന് തോന്നുന്നു. ഡാ, നീ പിന്നെ അവനെ പേടിച്ചിട്ട് ഇവിടെ വന്ന് ഒളിച്ചു നിൽക്കുവാണോ? ദർശ, ഒച്ച വെക്കല്ലേ, അവനൊന്ന് പോട്ടെ. എടാ,
നീ എന്തിനാ ഇവനിങ്ങനെ പേടിക്കുന്നേ? പേടിയോ? എനിക്കോ? എനിക്ക് അവനെ പേടിയൊന്നുമില്ല. പിന്നെ നീ ഇപ്പൊ കാണിച്ചോണ്ടിരിക്കുന്ന എന്തോ? എന്തിനാ അവനെ കാണുമ്പോ ഇങ്ങനെ ഒളിച്ചു വെക്കുന്നേ? എനിക്കാരെയും ഹേർട്ട് ചെയ്യാനാവില്ല ദർശ, അതാ. അയ്യോ സോറി ദർശൻ ചേട്ടാ. അപ്പോ ആരെയും നീ ഹേർട്ട് ചെയ്യില്ല? എനിക്ക് ഹേർട്ട് ചെയ്യാൻ അറിയില്ല, പിന്നെ എന്നെ കൊണ്ട് അതിന് പറ്റത്തുമില്ല. അതാ ഞാൻ അവന്റെ അടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും നിൽക്കാതെ. അപ്പോ ഞാനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചാ എനിക്ക് ഹേർട്ടാവെന്ന് വിചാരിച്ച് നീ എന്റെ അടുത്തൊന്ന് മുങ്ങി നടക്കുമോ ഇതുപോലെ? പ്രപ്പോസലാ? നിന്റെ നിന്റെ കണ്ണുകള്, മൂക്ക്, ചുണ്ടുകള് കൊള്ളാം. ദർശൻ ചേട്ടാ, ചേട്ടൻ എന്തൊക്കെയായി? തമ്പുരാനെ, എന്റെ ഹാർട്ടിന് ഇതെന്താ പറ്റുന്നേ ഇത്രയും സ്പീഡിലൊക്കെ? അയ്യോ എനിക്ക് എന്തൊക്കെ ആവുന്നേ. ഇയാളുടെ അടുത്ത് കുറച്ച് മാറിക്കാൻ പറഞ്ഞാലോ? ആരോ നിനക്കൊരു 2 വർഷം മുമ്പ് ഇങ്ങോട്ടൊന്ന് വരാറുന്നല്ലേ? ഇയാൾ ഇങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോ വല്ല അറ്റാക്കും വരും. ആരും എന്താ പേടിച്ചോ? ഇല്ല. അത് ഈ ഫേസ് കണ്ടാലും അറിയാം. ഞാൻ ചുമ്മാ പറഞ്ഞതാ. അവൻ പോയി, താൻ ചെല്ല്. എടാ, ഈ വഴിക്ക് നിങ്ങൾ എന്നെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഇതിൽ കൂടെ പോയാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എത്തുവോ? പിന്നെ എത്താണ്ട്. നീ ഇങ്ങ് വാളിയാ, ഞങ്ങളില്ലേ? എടാ, ഇതൊന്നും കണ്ട് നീ പേടിക്കണ്ട. നമ്മുടെ സ്ഥലം തന്നെയാ. പിന്നെ ബാക്കിയുള്ള വേറെ ആരുടെ ഡിപ്പാർട്ട്മെന്റാന്നേ ഉള്ളൂ. നീ കൂടെ പോയാൽ അവിടെ എത്തും. ഓ, ഇവന്മാരെ കൊണ്ട് എന്നെ ഇങ്ങനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്തിച്ചില്ലെങ്കിലാ. എന്റെ അമ്മ നെഞ്ചത്തുനിന്നൊരു കല്ല് ഇറക്കി വെച്ചതുപോലെ ഉണ്ട്. എന്തുവാ പുള്ളി എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞേ? ഓ എന്റെ ദൈവം, എന്റെ ഹാർട്ട് അടിച്ചു പോയതെല്ലാം കൂടെ. നീ പേടിക്കാണ്ടൊന്ന് വരൂ. ആരു? എടാ, ആരു? ഹലോ ഗായ്സ്, ആരവ് ഈസ് ഹിയർ. ഈ ഒരു കമന്റ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്നതാട്ടോ. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അത്രയും നാളും ഭയങ്കര സ്നേഹത്തോടെ നടന്ന സിയാന് പെട്ടെന്ന് എന്താ പറ്റിയേ? പെട്ടെന്ന് ഒരു ദിവസം ഫീലിങ്സ് പോയെന്നോ? അത് മാത്രല്ല, സിയാൻ ഇപ്പൊ എവിടാണുള്ളത്, എങ്ങനെയാണ്, പുതിയ ലൈഫൊക്കെ ആയി കാണുമോ? ഇതൊക്കെ അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു, ആർക്ക് വേണ്ടിയായിരുന്നു? അതുപോലെ പെട്ടെന്ന് ഫീലിങ്സ് പോയെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ഉടനെ തന്നെ വിശ്വസിച്ചു അവൻ. അത് തന്നെയായിരുന്നു റിയൽ റീസൺ ഒന്നുകൂടെ അന്വേഷിച്ചിട്ട് പോലുമില്ലല്ലോ. വൈ? ഓക്കെ, ഈ കമന്റ് എഡിറ്റർക്കും നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആക്ച്വലി ഈ കമന്റ് ഇത്രയൊന്നുമല്ല, കുറച്ചുകൂടെ ഉണ്ട്. പിന്നെ എല്ലാം കൂടെ ഇതിൽ കാണിക്കാൻ പറ്റുന്നില്ല. എനിക്കും സെയിം ഡൗട്ട്സ് ആണുള്ളത്. പിന്നെ എഡിറ്റർ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാവാം ഇങ്ങനെയൊക്കെയെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത കമന്റ് ഞാൻ വായിക്കാം. ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ അവിടെ സോൾമേറ്റ്, പാർട്ട്ണർ എന്ന് പറയുന്ന 2 കാറ്റഗറി ഒന്നും വേണ്ട. രണ്ടും ഒരാൾ തന്നെ ഒതുങ്ങണം. പിന്നെ ഈ ബിസി, ഒരാളും ഒന്ന് വിളിക്കാനും സംസാരിക്കാനും മാത്രം പറ്റാത്ത ബിസി ഒന്നുമില്ല. എനിക്കറിയാം, ഞാനൊട്ടും ആഗ്രഹിച്ചതല്ല ഇതൊന്നും. പിന്നെ എഡിറ്റർ കുട്ടി പറഞ്ഞതിനോട് ഞാൻ നല്ലോണം യോജിക്കുന്നു. പിന്നെ എഡിറ്റർ പറയുന്നതല്ല ഇവിടെ നടക്കത്തുള്ളൂ. അപ്പോ പ്രത്യേകിച്ച് നമുക്കൊന്നും ഇവിടെ വോയിസ് ഇല്ല. ഹലോ, എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. ഞാനിപ്പോ വന്നത് ഒരു കാര്യം പറയാനാ. ഇതുപോലെയുള്ള കമന്റ്സ് മാക്സിമം ഒഴിവാക്കാൻ നോക്കാം. ഐ തിങ്ക് ഇതൊരു ബേബി ആർമി ആയിരിക്കും, മേ ബി, എനിക്കറിയില്ല. എന്നാലും പറയാ, BTS മെമ്പേഴ്സ് നമ്മുടെ ആർമീസിന്റെ ഇടയിൽ എല്ലാവരും ഒരുപോലെയാണ്. ആരൊക്കെ ഇഷ്ടപ്പെടണം, എങ്ങനെ ഇഷ്ടപ്പെടണം എന്നുള്ളത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ബട്ട്
എല്ലാ ഷിപ്സിനെയും ഒരുപോലെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. പിന്നെ നമ്മുടെ പിള്ളേരുടെ കുറച്ച് കമന്റ്സ് ഒക്കെ കണ്ടു. അതിന്റെ താഴെ ഏതാണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണോ വാട്ടെവർ, എന്തിനാ വെറുതെ. എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ ആരോടും ഈ സ്റ്റോറി കാണണം എന്ന് നിർബന്ധം പറയുന്നില്ല. ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പാക്കാം. പക്ഷെ ഞങ്ങൾ ഞെട്ടിയത് ഇതൊന്നുമല്ല. പിന്നെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ ഇത്രയും വിമൻ ഷിപ്പേഴ്സ് ഉണ്ടാവുമെന്ന്. ഹോ, ഫസ്റ്റ് ഒക്കെ കണ്ണിന്റെ കണ്ണ് തള്ളിപ്പോയി. എഡിറ്ററും തീരെ വിചാരിച്ചില്ല. അത്ര പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ കൂടുതലും പീകോക്ക് ഫാൻസ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തത്തിൽ തെറ്റിച്ചുകൊണ്ട് വിമൻ ഷിപ്പേഴ്സ് ഉണർന്നു. ഹോ, ഭയങ്കര സന്തോഷമുണ്ട്. സ്റ്റോറി ക്ലിക്കാവോ എന്നോർത്ത് പേടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. എനിവേ, നമ്മൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും സ്നേഹം മാത്രം. ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. അപ്പൊ ബൈ, നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.